ഡാൻസ് പാർട്ടികൾക്ക് പോവുകയും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് അവർ നിങ്ങളെ പല പാർട്ടികൾക്കും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അവർ ബിഹേവ് ചെയ്യുന്നത് മൊത്തം എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ എന്തുമാത്രം സുന്ദരിയാണ്, ഞാൻ എന്തുമാത്രം അട്രാക്റ്റീവാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു 20-25 വയസ്സായൊരു പെങ്കൊച്ച് അത്യാവശ്യം ഫ്രണ്ടൊക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ക്ലീവേജ് ഒക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങളെ സെക്ഷലി ബാ ബെഡിലോട്ട് വാ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ബാ എൻ്റെ കൂടെ ബാ, എന്തിനാണോ ഈ ഹിന്ദി പിടിച്ച് കയറുകയും ഇങ്ങനെ വളഞ്ഞു പിടിച്ച് മൂക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇതെന്ത് പരിപാടി, എന്നെ അവൻ പീഡിപ്പിച്ചു, ഞാനൊരു കൺസെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ആൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുപോവാണെങ്കിൽ അതിനോട് പറയുക ഇന്നല്ല അതിനുള്ള ദിവസം, ഈ ദിവസം നോ. അപ്പം ഇവിടുത്തെ ആൾക്കാർ കണ്ടിട്ടൊരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഏഷ്യനാണോ അപ്പം ചിലപ്പോൾ കയറി പിടിച്ചത് വരും. ഹലോ ഫ്രണ്ട്സ്, ഫെലിക്സ് ആണ് ഇച്ചയെക്കുറിച്ച് നിന്ന്. സാധാരണ ഈ ഒരു ടോപ്പിക്ക് സാധാരണ എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടികൾ കഴിഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവമാണ്. ഇത്തവണ ക്രിസ്മസ് പാർട്ടികളുടെ സീസൺ ആരംഭിച്ചിരിക്കുന്നു. പല ഓർഗനൈസേഷൻസും ക്രിസ്മസ് പാർട്ടികൾ ഓർഗനൈസ് ചെയ്യുകയും ഡാൻസ് പാർട്ടികൾക്ക് പോവുകയും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് അവർ നിങ്ങളെ പല പാർട്ടികൾക്കും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. നമ്മുടെ മലയാളികൾക്കിടയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് നമ്മളോട് ഇവിടെയുള്ള ആൾക്കാർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടും എവിടം വരെ പെരുമാറാം, അല്ലെങ്കിൽ എവിടം വരെ ഈ ബോഡി ടച്ച് പേഴ്സണൽ സ്പേസ് ക്രോസ് ചെയ്യാമെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ വെള്ളം അടിക്കാതെയോ പല ടൈപ്പിലുള്ള പരിപാടികൾക്കകത്ത് വന്നിറങ്ങും. ഒരു ജനുവരി സീസൺ കഴിയുമ്പോഴത്തേക്കും, അതായത് ജനുവരി ആയി തുടങ്ങി കഴിയുമ്പോഴത്തേനും പല സ്ഥലങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് ഇതുപോലത്തെ റിപ്പോർട്ടുകളും ഇതുപോലത്തെ അനുഭവ കഥകളും ജോലി പോയ കഥകളും പോലീസ് കേസുകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് നേരത്തെ ഒന്ന് പറയുന്നു, ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങളെ ഒരു ക്രിസ്മസ് പാർട്ടിക്ക് വിളിക്കുകയോ അവർ നിങ്ങളുടെ ഡാൻസ് കളിക്കുകയോ, പ്രത്യേകിച്ച് ഇവിടുത്തെ പെൺകുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും കൂടെ എടുത്ത് പറയണം, ഇവിടുത്തെ യങ്സ്റ്റർ യൂത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 35-40 വരെ ഇവിടെ യൂത്ത് തന്നെയാണ്. കാരണം അവർ വെളിയിൽ കറങ്ങാൻ പോവുകയും ക്ലബിങ്ങിന് പോവുകയും ഡാൻസ് പ്രോഗ്രാമുകൾക്ക് പോവുകയും ഡാൻസ് പാർട്ടികൾക്ക് പോവുകയും എല്ലാ വീക്കെൻഡിലും പബ്ബിൽ പോവുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ വളരെ നോർമലാണ്. വിവാഹബന്ധത്തിലോട്ട് കിടക്കുന്നിടം വരെ ഇവരിങ്ങനെ തന്നെയാണ് നോർമലി ജീവിക്കുന്നത്. അതുകൊണ്ട് അതുവരെ അവർ ബിഹേവ് ചെയ്യുന്നത് മൊത്തം എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ എന്തുമാത്രം സുന്ദരിയാണ്, ഞാൻ എന്തുമാത്രം അട്രാക്റ്റീവാണ്, ഞാൻ എന്തുമാത്രം ആൾക്കാരോട് ഇടപെടുന്നതിൽ എത്ര മിടുക്കിയാണ് എന്നൊക്കെ കാണിക്കുന്ന ഇതിലുള്ള പെരുമാറ്റങ്ങളും എക്സ്പോസിങ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതികളും ഒക്കെ ഇവിടെ നോർമലായിട്ടുള്ളതാണ്. കാരണം അവരുടെ ബെറ്റർ ഹാഫിനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അത് ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഇതൊന്നും ബോയ് ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ, നാളെ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ കന്യാസ്ത്രീമാരുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നുള്ള അർത്ഥമൊന്നും ഇവിടെ ഇല്ല. ഇവരുടെ ഫ്രീ ലൈഫാണ്, ഇങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. ഇത്തരം ടൈപ്പിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കൾച്ചറിൽ നിന്നുള്ള ഒരാളാണ് നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാനോ ഫുഡ് കഴിക്കാനോ വെള്ളം അടിക്കാനോ വന്നിരിക്കുന്നതെന്ന് ഓർക്കുക. നമ്മൾ ഈ കൾച്ചർ എന്നുള്ള ആളല്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു 20-25 വയസ്സായൊരു പെങ്കൊച്ച് അത്യാവശ്യം ഫ്രണ്ടൊക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ക്ലീവേജ് ഒക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ കൂടെ വന്നിരിക്കുകയും നമ്മളെ കെട്ടിപ്പിടിക്കുകയും നമ്മളെ ചാരിയിരിക്കുകയും ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരികയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച് അമ്പോ എന്തൊക്കെയോ നേടി, എന്തൊക്കെയോ ഒടുവിൽ അവൾ വീണു, ഈ ടൈപ്പിലുള്ള ചിന്തകൾ കൂടുതലുള്ള ആൾക്കാർ നമുക്കിടയിൽ ഒത്തിരി ഉണ്ട്. ഞങ്ങളും വന്ന കാലത്ത് ഇതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്തത്. അല്ലാതെ ഞാനൊന്നും പ്രത്യേകതയുള്ള മനുഷ്യനൊന്നുമല്ല. ഞാനൊക്കെ നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് കറങ്ങി നടന്ന് ജീവിച്ച മനുഷ്യനാണ്. അതായത് പെണ്ണെന്ന് പറഞ്ഞ വർഗ്ഗത്തോട് ഇടപെടാത്ത ആളോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ വാവ് എന്ന് പറഞ്ഞ് തലകറങ്ങി വീഴുന്ന മനുഷ്യനൊന്നും അല്ല. എക്സ്പോഷേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഇവർ നമ്മളോട് ഇടപെടുന്ന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവരൊരിക്കലും ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ ദേഹത്തിൻ്റെ എവിടം വരെ നമ്മുടെ ദേഹത്തോട് മുട്ടിയെന്നോ അല്ലെങ്കിൽ എന്തുമാത്രം ദേഹത്ത് ഒരഞ്ഞു എന്നോ. നമ്മളെ ശാരീരിക ഡാൻസ് കളിക്കുമ്പോഴത്തേനും അവരുടെ ബ്രസ്റ്റ് വന്ന് നമ്മളെ ഇടിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് കൂട്ടിയാണ് ടച്ച് ചെയ്തത് അല്ലയോ എന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിട്ടൊരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസാണ്, അവരത് എൻജോയ് ചെയ്താണ് ആ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യുന്നത്. അതിന് ഒരിടത്തും നിങ്ങളെ സെക്ഷലി ബാ ബെഡിലോട്ട് വാ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു ബാ എൻ്റെ കൂടെ ബാ എന്ന് പറയുന്ന അർത്ഥം ഇതിനില്ല. ദയവ് ചെയ്തതൊന്ന് മനസ്സിലാക്കുക. ഇതെല്ലാ വർഷവും ഒരേ കഥകൾ കേൾക്കുന്നുണ്ട് എടുത്ത് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നു, അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു, കാലങ്ങളായിട്ട് അവൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അവൾക്ക് എൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു, എന്നോട് അവൾ ബിഹേവ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി അവൾ എപ്പോഴും ചായ എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഇങ്ങനത്തെ ഒരു 100 കൂട്ടം പുറകോട്ടുള്ള നമ്മൾ ഈ ഒരു കേസിൽ പെട്ട് കഴിയുമ്പോഴത്തേനും ഒരു 100 കൂട്ടം ബാക്കപ്പ് ആർഗ്യുമെൻറ്റ് കൊണ്ടുവരും. ഒരു ഇംഗ്ലീഷ് മാനേജറാണത് കേൾക്കുന്നതെങ്കിൽ അവർ അന്തം വിട്ടിരിക്കും. ഈ പറഞ്ഞതിനകത്തൊക്കെ എവിടെയാണ് ഇവനോട് വേറെ ഇഷ്ടമുണ്ടെന്നുള്ള അർത്ഥം എവിടെയാണ്? അത് പച്ചയ്ക്ക് ചോദിച്ചാൽ പോരെ, പച്ചയ്ക്ക് ചോദിക്കത്തില്ല. മലയാളിയുടെ പ്രത്യേകതയാണ് പച്ചയ്ക്ക് ഒന്നും ചോദിക്കില്ല. നിനക്ക് എൻ്റെ കൂടെ നിൽക്കണോ അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ കിടക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മലയാളി ഒരിക്കലും ചോദിക്കില്ല. മലയാളിക്ക് ഇങ്ങനെ ഈ വളഞ്ഞു പിടിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് കടന്നു കളയുമെന്നും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇതിനകത്തെ അർത്ഥം, അല്ലെങ്കിൽ ഞാൻ ജഗജില്ലിയാണ്, വൻ കില്ലാടിയാണ്, എനിക്ക് മനസ്സിലായി അവൾ ഇട്ടത് ഹിന്ദി, ആ ഹിന്ദി പിടിച്ചാൽ കയറും. എന്തിനാണോ ഈ ഹിന്ദി പിടിച്ച് കയറുകയും ഇങ്ങനെ വളഞ്ഞു പിടിച്ച് മൂക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്? നിനക്ക് വേറെന്തെങ്കിലും ഇഷ്ടം ഒരുത്തിയോടുണ്ടെങ്കിൽ അത് പച്ചയ്ക്ക് തുറന്നങ്ങ് ചോദിക്കുക.
ഇവർക്കത് മനസ്സിലാകാത്ത ആൾക്കാരല്ല. ദേഹത്ത് തൊടാതെ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം റിയലി സോറി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, നോ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുമ്പം ആ ചർച്ച അവിടെ കൊണ്ട് കഴിഞ്ഞു. അതാണ് ഇവരുടെ രീതിക്കകത്തെ ബന്ധങ്ങൾ. നിങ്ങളോട് അവർക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ഒരുമിച്ച് കഴിയുകയും ഒരുമിച്ച് രാത്രി വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിപ്പം പലരുടെയും കഥകൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. പ്രശ്നം മലയാളി ഈ കാലം പിന്നെ തലേന്ന് നടക്കില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ എന്തോ പ്രോപ്പർട്ടിയാണ്. അവൾ ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ പിന്നെ വേറെ ആരുടെയും കൊടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. അവൾ എൻ്റെ പ്രോപ്പർട്ടിയാണ്. ഏത് കല്യാണം കഴിച്ച് 2-3 പിള്ളേരുള്ള മനുഷ്യനാണ് ഈ ബിഹേവ് ചെയ്യുന്ന ഓർക്കണം. ഇങ്ങനത്തെ കേസ് കിട്ടൊക്കെ ഒരു മാനേജറുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഒരു സെക്ഷൽ അബ്യൂസ് ആയിട്ടൊക്കെ ഈ പെണ്ണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു കേസായിട്ട് വന്നു കഴിയുമ്പോഴത്തേനും മാനേജർമാർക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്കറിയാം നിങ്ങളുടെ കൾച്ചറിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുള്ളത്. സോ ദേ വിൽ ഹാവ് എ കട്ട് ആൻഡ് റൈറ്റ് ഡിസിഷൻ. അവർ നിങ്ങളുടെ പുറകെ നിന്നുകൊണ്ട് പണ്ടൊക്കെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങളുടെ കൾച്ചറിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു ക്ലാസ് എടുക്കട്ടെ, ഞങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, ഇവിടുത്തെ കൾച്ചറിന് ഇങ്ങനൊരു സംഭവമുണ്ട് പക്ഷേ അതിന് ഇങ്ങനൊരു അർത്ഥമില്ല എന്നൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന അല്പം കൗൺസിലിംഗ് സ്റ്റൈലിലോട്ടൊക്കെ പോകുന്നൊരു മെതേഡൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു മെതേഡും ഇല്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനത്തെ കേസിൽ പെട്ടു, നിങ്ങളെ പാർട്ടി, നിങ്ങൾ ക്രിസ്മസ് പാർട്ടിക്കോ അല്ലാത്ത പാർട്ടിക്കോ ന്യൂ ഇയർ പാർട്ടിക്കോ പോയി പെൺകൊച്ചിനെ പിടിച്ച് വേറെന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണിച്ചു, അല്ലെങ്കിൽ അവളുടെ കൂട്ടത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ആക്രാന്ത മുത്ത് എന്തൊക്കെയോ നിങ്ങൾ അവളുടെ ദേഹത്ത് ചെയ്തു. വെള്ളമായിരുന്നുകൊണ്ട് അവൾക്ക് മനസ്സിലായില്ല. വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അവളുടെ തലയെ കത്തി, എന്നതാണ് ഇതിൻ്റെ രാത്രി ഉണ്ടായി, അവനെന്തിനാ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത്, ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട്, അത് വളരെ സിൻസിയറായിട്ട് ഇതെന്തോ അവൻ എന്നോട് അങ്ങനെ ചെയ്ത് എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇതെന്ത് പരിപാടി, എന്നെ അവൻ പീഡിപ്പിച്ചു, ഞാനൊരു കൺസെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു, ഞാൻ വെള്ളപ്പുറത്തായിരുന്നപ്പോൾ എന്നെ അവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ടൈപ്പിലുള്ള പെണ്ണുങ്ങൾ ഇതിനകത്തുണ്ട്. രണ്ടാമത് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്ക് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഈ കേസ് കൊടുത്താലും പോലീസ് കേസ് ആകാത്തിടത്തോളം എന്താണ് പ്രശ്നം എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ച് വലിയ കരച്ചിലും നിലവിളിയൊന്നും കൂടി അലമ്പാക്കാതിരിക്കുക. മാനേജറുടെ മുമ്പിൽ നിന്ന് ഈ കേസ് പോകത്തില്ല. അവൾ നിങ്ങളോട് വന്നല്ലേ, ഇവളുടെ കൂട്ടുകാരും വന്ന് നിങ്ങളോട് ഈ കാര്യം സംസാരിക്കും. നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന അവൾ പറയുന്നൊരു എമൗണ്ട് കാണും, ആ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. വേറൊരു ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. അത് വളരെ കോമൺ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഏഷ്യൻ കൺട്രികളിൽ നിന്ന് ആണുങ്ങളാണ് ഇതിൻ്റെ ഇരകൾ. പെണ്ണുങ്ങളല്ല, ആണുങ്ങളുടെ കാര്യം പറഞ്ഞത്, ആണുങ്ങളാണ് ഇതിൻ്റെ ഇരകൾ. പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട പൈസ കൊടുത്ത് തന്നെ സെറ്റിൽ ചെയ്യുക. അല്ലാതെ അവിടെ പോയി ദിവ്യപ്രണയവും അവൾ എന്നെ വീഴ്ചൻ്റെ കഥയും ഞാൻ കാണിച്ചു തരാമെന്നുള്ള വാശിയും ദുർവാശികളൊന്നും പാടില്ല. ഇത് നമ്മുടെ രാജ്യമല്ല, നമ്മുടെ കളവല്ല ഇത്. അതുകൊണ്ട് വലിയ ചർച്ചകൾക്ക് പോകാതിരിക്കുക. ആദ്യത്തെ ഗ്രൂപ്പ് എന്തുവാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത കിളി പോയ കുറേ പെണ്ണുങ്ങളുണ്ട്. അത് അവരുടെ നോർമൽ ബിഹേവിയറാണ്. അവരെല്ലായിടത്തും പോയി കെട്ടിപ്പിടിക്കുക, ചാടുക, തുള്ളുക, കുറേ ഡാൻസ് കളിക്കുക, ആരുടെയും മുകളിൽ കിടന്ന് ഉറങ്ങുക, ഇതൊക്കെ നോർമലി അവർ ചെയ്യുന്ന. പക്ഷേ ഇവരുടെ ആണുങ്ങൾ ഉടനെ ഇവിടെ ഉറങ്ങുവാണ്, ഉടനെ ഇവിടെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തേക്കാം എന്നുള്ള കലാപരിപാടി ഇവർ ചെയ്യില്ല. നമ്മുടെ നാട്ടുകാരത് ചെയ്യും. കാരണം അവരാദ്യമായിട്ടാണ് വാവ് വെണ്ണ തോൽക്കും വിഗ്രഹം എന്നുള്ള മോഡലുള്ള കൺസെപ്റ്റും കൊണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിപ്പിക്കും. ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം, ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു കേസിന് വന്നു കഴിയുമ്പോൾ അന്നേരം അപ്പോളജൈസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, പോലീസ് കേസിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ചിലപ്പം ഒരു അപ്പോളജിക്കകത്ത് ഈ പ്രശ്നം തീരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലി രാജിവെക്കുന്നതിനുള്ള അവസരം അവർ തരും. നിങ്ങൾക്ക് ആ ജോലി വിട്ടിട്ട് ഈ സംഭവം ഊർത്തു പോകാം. അല്ലാതെ ഇത് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോയി വെറുതെ കൈ വിട്ട് പോയിട്ട് അവസാനത്തിൽ പോലീസ് കേസൊക്കെ ആയ ഇപ്പോൾ കേട്ടല്ല പല കഥകൾ. വേദവാട സാറിനെ പെഡോഫൈലായിട്ട് പിടിച്ചത്, മാനേജർ നിന്ന് കേസ് കെട്ടിനകത്തൊക്കെ മാനേജറുടെ കീഴിലുള്ള ആൾക്കാരെ അവധി തരാൻ വേണ്ടി കൂട്ടത്തിൽ കിടന്നു കൊടുത്ത കഥയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യം അറിയത്തില്ലാത്തടത്തോളം അതിനകത്തൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ പറയുന്ന എല്ലാ കഥകളും നാളെ ഒരു ദിവസം രാവിലെ നിങ്ങളുടെ പേരിൻ്റെ കൂടെയും കൂട്ടി വായിക്കാം എന്ന് ഓർക്കുക. ആർക്ക് സംഭവിക്കാവുന്ന അബദ്ധമാണ് ഇതൊക്കെ. പ്രത്യേകിച്ചും മദ്യം ഉപയോഗിക്കുന്ന പാർട്ടികൾക്കകത്ത് നിങ്ങളെപ്പോഴും പരിപൂർണമായിട്ടുള്ള ബോധത്തിലായിരിക്കും നിൽക്കുന്നത്. സുബോധം നഷ്ടപ്പെട്ട് കഴിയുന്ന ഏതാനും ചില അരണ്ട നിമിഷങ്ങൾ സംഭവിച്ചു പോവാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പാളിപ്പോവാം, നോട്ടം പതറിപ്പോവാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തു പോവാം. നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന, നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ലൈംഗികമായിട്ടുള്ളൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ഘട്ടമാണത്. അത് വെളി വരെ അധികം നേരമൊന്നും വേണ്ട. പ്രത്യേകിച്ച് മദ്യം കൂടെ നമ്മുടെ ഈ ലിമിറ്റേഷൻസും നമ്മുടെ ഫിൽറ്ററുകളും തുറന്നിട്ട് കഴിയുമ്പോൾ സംഭവിച്ച് പോകാവുന്ന ഒരബദ്ധം നമ്മുടെ ആണുങ്ങളോട് പറയുന്നത്. തർക്കിച്ച് നേടാൻ പറ്റുന്ന ഒരു ഡിവിഷനകത്തല്ല നിങ്ങൾ നിൽക്കുന്നത്, അത്ര ഒരു കേസിലല്ല നിൽക്കുന്നത്. ഇത് ഒരു ജനുവരി ആകുമ്പോൾ ഇത്ര കുറേ കേസുകളും കുറേ വ്ളോഗുകൾ ഇറങ്ങും, അതെനിക്കും അറിയാം. പക്ഷേ അതിന് മുമ്പേ ഒരു വാണിംഗ് ആയിട്ട് പറയണേ, ബി കെയർഫുൾ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലിമിറ്റെങ്കിൽ ദയവ് ഇത് വെള്ളം അടിക്കാതിരിക്കുക. ഇത്തരം പാർട്ടികൾക്ക് പോകുമ്പോൾ വെള്ളം അടിക്കരുത്. ഒരു ബിയറൊക്കെ കഴിച്ച് ജസ്റ്റ് തട്ടിമുട്ടിരിക്കുക. അല്ലാതെ വാവിട്ട് ഒരുമാതിരി കാളെ കണ്ടത്തിലോട്ടിറക്കി വരുത്ത വളവളാന്ന് പറഞ്ഞ് അടിച്ച് കൂട്ടിക്കഴിച്ചും നിങ്ങളുടെയും ബോധം പോയി, അവളുടെയും ബോധം പോയി. നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടി. നാളെ രാവിലെ അവളുടെ കയ്യിലാണ്, അവളുടെ കൂട്ടിലാണ് പന്ത്. അവൾക്ക് എന്തും പറയാം. അപ്പം നിങ്ങൾ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ ഏറ്റവും വലുത് നിങ്ങളുടെ ഈ ജോലി, അതങ്ങ് പോയി കിട്ടും. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഏറ്റവും ആദ്യത്തെ പ്രിക്കോഷൻ നിങ്ങളുടെ വെള്ളമടിയാണ്. നമ്മുടെ മലയാളം കുഴപ്പം, ഈ വെള്ളം അടിക്കുന്നതിന് ലിമിറ്റില്ല. 2, 3, 4, 5, 6, 8, 10 ഫ്രീയും കൂടെ ആണെങ്കിൽ പിന്നെ അങ്ങ് വാരി കയറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ പറ്റുന്ന അബദ്ധങ്ങൾ ഒത്തിരി ഉണ്ട്. വെള്ളമടിയുടെ ലിമിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. 2, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത പരുവത്തിൽ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങളുടെ ശരീരത്തിൻ്റെ രീതികൾ മാറുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്ന് മാറി നിൽക്കുക. ആ പർട്ടിക്കുലർ ആളോടായിരിക്കും നിങ്ങൾ വലിയ അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്.
ദയവ് ചെയ്ത് ആ പോയിന്റ് ഓഫ് സ്പേസിൽ നിന്ന് നിങ്ങൾ മാറുക. അവർ ഡാൻസ് കളിക്കാൻ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് പ്രശ്നമല്ല. നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എന്നാ പ്രശ്നം എന്നുള്ളത്. നിങ്ങൾക്കാണ് നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നത് അല്ലേ. അല്ലാതെ കൂടെ കിടക്കുന്ന രാപ്പനി ഇടത്തുള്ള മനുഷ്യരെ നിങ്ങളുടെ വെമ്പറോത്തി ഉടനെ നിങ്ങളെ അറിയാം ഇച്ചിരൂടെ. ഇന്നലെ രാത്രി ഞാനും എൻ്റെ വെമ്പറത്തോട്ട് ക്രിസ്മസ് പാർട്ടിക്ക് പോയിട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ എടുത്തു പറയുന്ന ഈ കാര്യം. ഇത് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇച്ചിരൂടെ കൺട്രോൾ കിട്ടും നമ്മുടെ മുകളിൽ. നമ്മൾ ആരാണെന്ന് എന്താണെന്ന് അവർക്കറിയാം. അങ്ങനെ അല്ലാത്തടത്തോളം നിങ്ങളെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ എന്ന് പറഞ്ഞ പോലെ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങിപ്പോവാം. കുറച്ച് തണുത്ത കാറ്റ് കൊള്ളുമ്പം കുറച്ചൊരു അടക്കം കിട്ടും തലയ്ക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ലീവ് ചെയ്യുവാണ്, വീട്ടിൽ എന്തൊരു എക്സ്ക്യൂസ് പറയുക, ലീവ് ചെയ്യുക. ആ സാഹചര്യത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലീവ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റേജ്, ഈ ആൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലെവലിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അതിനോട് പറയുക ഇന്നല്ല അതിനുള്ള ദിവസം, ഈ ദിവസം നോ. കാരണം ഇന്ന് എന്താണ് നടക്കുന്ന ആർക്കും ഒരു വെളിവില്ലാത്ത സമയമാണ്. ഒരു പാർട്ടിക്കിടയിൽ ഇങ്ങനൊരു സംഭവത്തിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അത് ആ ആളെ വെള്ളം അടിച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പെങ്കൊച്ചിനെ നിങ്ങൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളായിട്ടൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കി രക്ഷപ്പെടുക. അന്നത്തെ ഒരു ദിവസം കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടി നടക്കുന്ന വെറും ഒരു നരാധമനായി പോകരുത്. നരാധമൻ പറയേണ്ട വേറെ വേടാണ്, അത്രയും പറഞ്ഞു നിർത്തുന്നത്. കാരണം ഈ ഒരു കേസ് വന്നു കഴിയുമ്പോഴത്തേക്കാണ്ട് ആ സ്കോട്ട്ലൻഡിൽ മറ്റേ അവൻ്റെ കീഴിലുണ്ടായിരുന്ന നേഴ്സുമാരെ പീഡിപ്പിച്ചെന്ന് പറയുന്ന കെയർമാരെ പീഡിപ്പിച്ചെന്ന് പറയുന്ന ആ മാനേജറുടെ കഥ പറയുന്നുണ്ട്. ആ പുള്ളി കോടതിയിൽ നിന്ന് പറഞ്ഞു, ഇത് ഞാനായിട്ട് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതല്ല, അവർ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് വഴങ്ങിയത്, എന്നെ താല്പര്യപ്പെട്ട് ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചതാണ്. ശരിയാണ്, അതിൻ്റെ ഫേവറിറ്റസായിട്ട് അവൻ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തു. ജോലിയുടെ ഗസ് കിട്ടോ അവധിയുടെ ഗസ് കിട്ടോ എന്തൊക്കെ ചെയ്തു കൊടുത്തു. അവനത് പറഞ്ഞതിന് കോടതി അവനെ ശാസിച്ചു. അവൻ്റെ തെളിവുകൊണ്ടില്ലെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. കോടതി അവനെ ശാസിച്ചു. നീ ഇപ്പോഴും നിനക്കൊരു റിഗ്രറ്റ് ഇല്ല നീ ചെയ്ത കാര്യത്തിൽ. അധികാര ദുർവിനിയോഗമാണ് നീ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഒരു റിഗ്രറ്റ് ഇല്ലാതെ നീ അതിനകത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് കോടതി അവനെ ശാസിച്ചു എന്നാണ് വാർത്തകൾക്ക് അതെല്ലാം കാണുന്നത്. ഓർത്തോണം, അത്രയും ഒരു പൊസിഷനിൽ ഇരുന്ന മനുഷ്യന് പോലും രക്ഷപ്പെടാൻ വയ്യാത്തവണ്ണം അത്ര ക്ലോസ് കട്ടായിട്ടാണ് ഇത്തരം കേസുകൾ നിങ്ങളെ കയറി പിടിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ മാറിയ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം നമുക്കുള്ള ആൾക്കാരുടെ എല്ലാം ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇവനെല്ലാം പെർവേർട്ടാണ്, ഇവനെല്ലാം ഇങ്ങനെ പീപ്പിംഗ് ടോംസ് ആണ് എന്നുള്ളൊരു ഇമേജ് നമ്മുടെ ഗ്രൂപ്പുകൾക്കിടയിൽ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്തു കൂടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം ഇവിടുത്തെ ആൾക്കാർക്കിടയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഏഷ്യനാണോ, അവൻ ചിലപ്പോൾ കയറി പിടിച്ചെന്ന് വരും, അവൻ അത്യാവശ്യം ഒന്ന് ഒളിഞ്ഞു നോക്കിയെന്ന് വരും, എന്നാ കാണാൻ പറ്റുന്ന ഈ ടൈപ്പിലുള്ളൊരു ഇമേജ് ഇതിനകത്തുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫേവർ ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു CCTV ഫുട്ടേജോ ഒരു ഫോൺ സംഭാഷണമോ ഒരു മെസ്സേജോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ആ സമയത്ത് ഒരു തെളിവായിട്ടും. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവങ്ങളും ഞാൻ ഒരു മാനേജിങ് പൊസിഷൻ ഇരുന്ന അനുഭവങ്ങളും കൂടെ കണക്ക് കൂട്ടി വെച്ചിട്ട് നിങ്ങളോടൊന്ന് ഒന്ന് നേരത്തെ മുൻകൂർ വാൺ ചെയ്യുകയാണ്. ഈ ഫെസ്റ്റീവ് സീസണകത്ത് അവനവനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ആണെങ്കിൽ കൊള്ളാം. ഒരു കേസിൽ പെട്ടാൽ ആരും കൂടെ നിൽക്കില്ല, ഫാമിലി പോലും ചിലപ്പോൾ വിശ്വസിച്ച് വരത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, അപ്പോൾ സ്വയം സൂക്ഷിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.